അടിഞ്ഞുകൂടുകയും അത് അവസാനം ഫെയ്റ്റലായി മാറുന്ന ഒരവസ്ഥയും നമുക്ക് കാണാം. അതിനെ നമുക്ക് എങ്ങനെയാണ് ഒന്ന് ഡീക്ലോട്ട് ചെയ്യാൻ സാധിക്കുക, അല്ലെങ്കിൽ ഒന്ന് അലിയിച്ച് കളയാൻ സാധിക്കുക? നമ്മുടെ മനസ്സിൽ കൂടിക്കയറുന്ന ചിന്തകൾ ശരാശരി ഒരു ദിവസം 50,000 മുതൽ 70,000 വരെ ചിന്തകളാണെന്നാണ് പറയുന്നത്. ഇതിൽ ഭൂരിഭാഗം ചിന്തകളും ഏത് ടൈപ്പ് ആയിരിക്കും? സാധാരണഗതിയിൽ ഒരു നെഗറ്റീവ് തോട്ടിലേക്കൊക്കെ പോകാനും ഒക്കെയാണ് സാധ്യതകൾ കൂടുതൽ. എന്നാൽ നമ്മൾ മൈൻഡ് പ്ലസ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിക്കൊണ്ട് ഈ പറയുന്ന മെഡിറ്റേഷൻസ്, മോർണിംഗ് മൈൻഡ് പ്ലസ് സെഷൻസും നമ്മളെ നയിക്കുന്നത് തന്നെ ഈ ഡീക്ലോട്ടിംഗ് എന്ന പ്രോസസ്സ് ബൈ ഡിഫോൾട്ട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ചിന്തകളെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. മനസ്സിന്റെ പ്രധാന കവാടത്തിൽ നിന്നും പല ചിന്തകൾ, ഈ 50,000 മുതൽ 70,000 വരെയുള്ള ചിന്തകളെ നമുക്ക് തടുക്കാനൊന്നും സാധിക്കില്ല. അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. എന്നാൽ ആ പ്രധാന കവാടം കഴിഞ്ഞിട്ട് 2 ഡോറുകൾ കാണാം, 2 കവാടങ്ങൾ കാണാം. ഒന്ന് ദ ഡോർ ഓഫ് പോസിറ്റിവിറ്റി ആൻഡ് ദ ഡോർ ഓഫ് നെഗറ്റിവിറ്റി. ഈ നെഗറ്റീവ് ഡോറിലേക്കുള്ള ട്രാഫിക് വളരെ ഹൈ ആയിരിക്കും, ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ. നമുക്കൊന്നും ചെയ്യാൻ സാധിക്കും. അത് പ്രത്യേകമായിട്ട് നമ്മുടെ ഭാഗത്തുനിന്നും വലിയ എഫേർട്ടൊന്നും വേണ്ട ഈ ഡോറിലേക്ക് ആ ചിന്തകൾ കയറിപ്പോകാൻ. എന്നാൽ ഈ പോസിറ്റിവിറ്റിയുടെ ഡോറിലേക്ക് നമ്മുടെ ചിന്തകളെ നയിക്കണമെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകമായിട്ടും ചില എഫേർട്സുകൾ വേണം. ഈ 2 ഡോറുകൾക്കും ചില പ്രത്യേകതകളുണ്ട്. ഈ ഡോർ ഓഫ് നെഗറ്റിവിറ്റിയുടെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ അതൊരു അടഞ്ഞ മുറിയാണ്. അവിടെ പെട്ടെന്ന് ക്ലോഗായി പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ ഡോർ ഓഫ് പോസിറ്റിവിറ്റി തുറന്ന് അകത്തേക്ക് കയറിയാലോ നിരവധി വാതിലുകളും ജനലുകളും ഒക്കെയുള്ള വലിയൊരു സാധ്യതകളുടെ ഒരു റൂമാണ്, അല്ലെങ്കിൽ കവാടമാണ് അത്. എങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന നെഗറ്റീവ് ഡോറിലേക്ക് അത് ഷട്ട് ഓഫ് ചെയ്യാനും തിരിച്ചു നമ്മുടെ ചിന്തകളെയൊക്കെ തന്നെ ആ പോസിറ്റിവിറ്റിയിലേക്ക് നയിക്കുവാനും സാധിക്കുക എന്നുള്ളതാണ്. ഹൗ ക്യാൻ വി ഡീക്ലോട്ട് അവർ തോട്ട്സ്, ഡീക്ലോട്ട് ദ നെഗറ്റിവിറ്റീസ്, റൈറ്റ്? അത് നമ്മുടെ മനസ്സിൽ ഇതുപോലെ ചില ഭാരങ്ങൾ, വലിയ ഭാരങ്ങളുള്ള കല്ലുകളായിട്ട് കിടപ്പുണ്ട്. ഈ കല്ലുകളെയൊക്കെ നമുക്കൊന്ന് അലിയിച്ച് കളയാം. ഈ ഇരുമ്പ് അതൊരു മെൽറ്റിംഗ് പ്രോസസ്സിലൂടെയാണ് അത് 10 മടങ്ങ് ശക്തിയുള്ള സ്റ്റീലായി മാറുന്നത് എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഉള്ളിലുള്ള ഈ ഭാരങ്ങളെ നമുക്കൊന്ന് അലിയിച്ച് കളഞ്ഞാൽ നമ്മൾ ലൈറ്ററാകുക മാത്രമല്ല, നമ്മൾ സ്ട്രോങ് ആയി മാറുക കൂടെ ചെയ്യുന്നു എന്നുള്ളതാണ്. നമുക്ക് നോക്കാം, ഹൗ ക്യാൻ വി മേക്ക് ദാറ്റ്, ഹൗ ക്യാൻ വി ചേഞ്ച് അവർ സ്റ്റേറ്റ്. ഗെറ്റ് റിഡ് ഓഫ് എൻറ്റൈറ്റിൽമെന്റ് മൈൻഡ് സെറ്റ് ആൻഡ് ഈഗോ. എൻറ്റൈറ്റിൽമെന്റ് എന്ന് പറഞ്ഞാൽ അധികാര അവകാശങ്ങൾ. പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ ഈ അസോസിയേഷന്റെ പ്രസിഡന്റാണ്, ഞാൻ ഈ സ്ഥാപനത്തിന്റെ ചെയർമാനാണ്, ഞാനിതിന്റെ മാനേജറാണ്. ഇനിയും ഒരു വാട്സപ്പ് അഡ്മിന് പോലും ചിലപ്പോൾ ആ എൻറ്റൈറ്റിൽമെന്റ് മൈൻഡ് സെറ്റ് വന്നേക്കാം. ഈ അധികാരാവകാശങ്ങളും ഈഗോയും ഒന്നും നമ്മളെ ആ ക്ലോട്ടിന്റെ അവസ്ഥയിൽ നിലനിർത്തുന്നു എന്നുള്ളതാണ്. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച ബാങ്കോക്കിലായിരുന്നു. ഒരു വേൾഡ് മലയാളി ഫെഡറേഷന്റെ ഒരു ഭാഗമായിട്ട് അവരുടെ ഒരു ഗ്ലോബൽ കൺവെൻഷനിൽ ഒരു സെഷൻ അവതരിപ്പിക്കുവാനും അതോടൊപ്പം തന്നെ ഒരു ബുക്ക് എഴുതി മൗണ്ട് ഫിയറസ്റ്റ് എന്നൊരു ബുക്ക് പ്രകാശനം ചെയ്യാനും ഒക്കെ ഇടവന്നു. അപ്പോൾ അവിടെ പല പല പരിപാടികൾ 2 ദിവസമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന പല പരിപാടികൾ അവിടെ ഉണ്ടായിരുന്നു. നാട്ടിൽ നിന്നൊക്കെ സെലിബ്രിറ്റീസും കലാകാരന്മാരും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം US നിന്ന് വന്നിട്ടുള്ള ഒരു മെമ്പർ, ഈ WMFന്റെ ഒരു മെമ്പർ, അദ്ദേഹത്തിന് ചിലരെ ഒന്നും അറിയില്ല. അദ്ദേഹം ഞങ്ങളോട് വന്ന് ഷെയർ ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ ഈ വന്ന ചില കലാകാരന്മാർ അടുത്തിടെ പ്രശസ്തനായ ഒരു വ്യക്തിയോട് ചെന്നിട്ട് ചോദിച്ചു, ഒന്ന് പരിചയപ്പെടാനാണ്, താങ്കൾ ആരാണെന്നൊന്ന് ചോദിച്ചു. അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല. സലീം കുമാർ ഏതോ സിനിമയിൽ പറഞ്ഞ പോലെ, ഇത്രയും പോപ്പുലറായ എന്നെ കണ്ടിട്ട് തിരിച്ചറിഞ്ഞില്ലേടാ എന്നുള്ളൊരവസ്ഥ. എന്നാൽ പല വ്യത്യസ്ത മേഖലകളിൽ ഉള്ള പ്രതിഭകളെ നമ്മൾ അടുത്തറിഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊന്നും ഈ എൻറ്റൈറ്റിൽമെന്റും ഈഗോ ഒന്നും കാണില്ല. നമ്മൾ അവരിലേക്ക് എത്തുന്നില്ലെന്നേ ഉള്ളൂ. പലരെയും അടുത്തറിഞ്ഞാൽ നമുക്ക് ഇത് അവരിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഗെറ്റ് റിഡ് ഓഫ് എൻറ്റൈറ്റിൽമെന്റ് ആൻഡ് ഈഗോ. നമ്മളൊരു ഒഴിഞ്ഞ കപ്പായി മാറുക എന്നുള്ളതാണ്. ലെറ്റ്സ് ബി ആൻ എംപ്റ്റി കപ്പ്. ഈ എംപ്റ്റി കപ്പിലാണ്
നമുക്ക് ഈ ബ്ലെസ്സിങ്സ് കിട്ടുകയുള്ളൂ എന്നുള്ളതാണ്. ലെറ്റ്സ് ബി ഫ്ലെക്സിബിൾ ആൻഡ് എംപ്റ്റി ആർ കപ്പ്. 2, ഡീക്ലട്ടർ യുവർ ലൈഫ്. പലപ്പോഴും ജീവിതത്തിൽ നമ്മൾ ഈ ഒരു ചിത്രം ഒന്ന് നോക്കുക. ഇത്രമാത്രം പ്രശ്നങ്ങളിലായിരിക്കില്ല, ഇത്രയും സങ്കീർണതകൾ കാണില്ല. എന്നാൽ ഇതിൻ്റെയൊക്കെ ചെറിയ അംശങ്ങൾ നമ്മുടെ എവിടേക്കോ ഉണ്ടോ എന്ന് നമ്മളൊന്ന് ചോദ്യം ചെയ്യുക. അങ്ങനെയാകുമ്പോൾ പുതിയതായിട്ട് ആ കപ്പിലേക്ക് വന്ന് നിറയാനുള്ള സ്ഥലം നമുക്കില്ല. സോ ലെറ്റ് us ഡീക്ലട്ടർ ആർ ലൈഫ്. ചില പൊട്ടിയ പാത്രങ്ങളോ കീറിയ തുണികളോ പഴയ ചെരുപ്പുകളോ ഒക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ ഒന്ന് റിവ്യൂ ചെയ്ത് കളയേണ്ടതായിട്ടുണ്ടെങ്കിൽ അതൊക്കെ കളയണം. ലെറ്റ്സ് ഡീക്ലട്ടർ ആർ ലൈഫ്. അങ്ങനെയാകുമ്പോൾ ഈ ഡീക്ലട്ടർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പൈപ്പിൽ ആ ടാപ്പ് തുറക്കുമ്പോൾ ആ വെള്ളം തുള്ളികളായിട്ട് മാത്രമേ വരുവുള്ളൂ. കാരണം ആ പൈപ്പ് ലൈൻ മുഴുവൻ ക്ലോഗ്ഡ് ആവുന്ന അവസ്ഥയിൽ. എന്നാൽ ഇതൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ വെള്ളം ധാരധാരയായി ഒഴുകും. ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്ലോയിങ്. ആ ഫ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലെറ്റ് us have a practice of giving. പല റിലീജിയസ് പ്രാക്ടീസസിലും നമ്മുടെ വരുമാനത്തിൻ്റെ 10% ചാരിറ്റിക്ക് അല്ലെങ്കിൽ ഡൊണേഷനായിട്ട് കൊടുക്കുക എന്നുള്ളൊരു ഇതുണ്ട്. ടൈത്ത് എന്നും പറയും, 10% ഇൻകമിൻ്റെ. എന്നാൽ ഇത് വളരെ റിലീജിയസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ജൂയിഷ് ബിസിനസ് കമ്മ്യൂണിറ്റി. അവരുടെ ബിസിനസ് സീക്രട്സിൽ പോലും ഇത് പറയുന്നുണ്ട്. 10% അവർക്ക് കിട്ടുന്നത് അത് ഡൊണേറ്റ് ചെയ്യുക എന്നുള്ളത്. അതും ചില കമ്മ്യൂണിറ്റികളിൽ ചിലയിടത്ത് ഇങ്ങനെയും പറയുന്നുണ്ട്. അവർ ഒരു വർഷത്തിൻ്റെ തുടക്കം തന്നെ അവർ ആ എമൗണ്ട് കമ്മിറ്റ് ചെയ്യും എന്നുള്ളതാണ്. അവരുടെ റബ്ബിയോട് ആ എമൗണ്ട് കമ്മിറ്റ് ചെയ്യും ആ വർഷത്തേക്കെന്നുള്ളത്. ദെയർബൈ ദേ ഗിവ് എ ലോട്ട്, ദേ ഏൺ എ ലോട്ട് ബൈ ഗിവിങ് എ ലോട്ട്. അത് നമുക്കൊരു അബണ്ടൻസ് മൈൻഡ് സെറ്റും ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അബണ്ടൻസ് വേഴ്സസ് സ്കാർസിറ്റി മൈൻഡ് സെറ്റ് അല്ലേ. നമ്മളൊരു ഓട്ടോറിക്ഷയിൽ ചെന്നിറങ്ങി ആ ഓട്ടോക്കാരനുമായിട്ട് ഗുസ്തി പിടിക്കുന്നതോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വഴിയോര കച്ചവടക്കാരനുമായിട്ട് ചിലപ്പോൾ തർക്കിക്കുന്നതൊക്കെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അതൊരു സ്കാർസിറ്റി മൈൻഡ് സെറ്റിൻ്റെ ലക്ഷണങ്ങളാണ്. ഒരു അധിക തുക ഈടാക്കുന്ന കാര്യമല്ല ഉദ്ദേശിക്കുന്നത്. നിരന്തരമായിട്ട് നമുക്ക് ഈ ഒരു 5 രൂപ 10 രൂപയുടെ ഒരു ഫൈറ്റ് നമ്മുടെ ഉള്ളിലുണ്ടോ എന്നുള്ളതാണ്. ചിലപ്പോഴൊക്കെ ഈ പറഞ്ഞ പോലെ നമുക്ക് ചെറിയ കാര്യങ്ങളിലൊക്കെ നമുക്ക് ഈ ഒരു പ്രശ്നം വരാറുണ്ട്. അബൻഡൻസ്, ലെറ്റ്സ് ഹാവ് എൻ അബൻഡൻസ് മൈൻഡ് സെറ്റ് ആൻഡ് ഇറ്റ് കീപ്സ് ഫ്ലോയിങ്. ഇനിയും നമ്മുടെ പ്രയോറിറ്റി എന്താണെന്നുള്ളതാണ്. നമ്മളൊരു ഈ ഒരു വർഷം 2024 എന്നുള്ള വർഷം, അതിൻ്റെ ഫെബ്രുവരി ഏകദേശം നമ്മൾ പകുതിയോളമാകുന്നു. നമ്മുടെ ഈ വർഷത്തെ നമ്മൾ പ്രധാനമായും ചെയ്യേണ്ട ഒരു 10 കാര്യങ്ങളെ നമ്മുടെ മനസ്സിലോട്ടൊന്ന് കൊണ്ടുവരാൻ സാധിക്കും. ഒരു 10 അല്ല, ഒരു 5 കാര്യങ്ങളെങ്കിലും നമ്മൾ പ്രയോറിറ്റി ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു 5 കാര്യങ്ങൾ എഴുതാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് എഴുതുക പെട്ടെന്ന്. 5 തിങ്സ് ടു ബി സെറ്റ് ആസ് എ പ്രയോറിറ്റി. മനസ്സിലാലോചിച്ചെങ്കിൽ അല്ലെങ്കിൽ എഴുതിയെങ്കിൽ ഇതിലേറ്റവും 2 കാര്യങ്ങൾ, ഏറ്റവും പ്രയോറിറ്റി ആയിട്ടുള്ള 2 കാര്യങ്ങളെ കുറിച്ച് അതിനെ ഒന്ന് മാർക്ക് ചെയ്യുക ആൻഡ് വർക്ക് ഓൺ ദാറ്റ്. ചിലപ്പോൾ നമുക്ക് 10 കാര്യങ്ങളോ 15 കാര്യങ്ങളോ 20 കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവും. പക്ഷേ നമ്മുടെ ടോപ്പ് മോസ്റ്റ് പ്രയോറിറ്റി എന്താണ് എന്നുള്ളതാണ്. നമ്മൾ അതിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം പലപ്പോഴും നമ്മളെ ഡിസ്ട്രാക്ഷൻസ് നമ്മളെ കൊണ്ട് വേറൊരു ദിശയിലേക്ക് പോകാറുണ്ട്. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ഫോക്കസ് ഓൺ എ പ്രയോറിറ്റി. നമ്മുടെ പ്രയോറിറ്റികൾ എന്താണ്? ആ പ്രയോറിറ്റി മനസ്സിലായി കഴിഞ്ഞാൽ തന്നെ ഡീക്ലോട്ടിങ് സാധ്യമാകുന്ന ഒന്നാണ്. we will be able to declote ourselves when we set our priorities. അവസാനത്തത് ഡിറ്റാച്ച്മെന്റ്. ചിലതൊക്കെ നമ്മളെ പിന്നോട്ട് വലിക്കുന്നുണ്ടാവും. ചില ചങ്ങലകളൊക്കെ നമ്മൾ പൊട്ടിച്ച് കളയേണ്ടതായിട്ടുണ്ട്. അത് ചില വസ്തുക്കളായിരിക്കാം, ചില വ്യക്തികൾ തന്നെ. നമ്മളൊരു ഈ പറഞ്ഞ ഒരു അറ്റാച്ച്മെന്റിന്റെ ഒരവസ്ഥയിൽ നമ്മൾ വിഷമിച്ച് നിൽക്കുന്നതായിട്ടുള്ള ഒരവസ്ഥ ഉണ്ടാവും. ലെറ്റ്സ് ട്രൈ ടു ഡിറ്റാച്ച്. ഈ ചില സഹോദരന്മാർ തമ്മിൽ പിന്നെ മരിക്കുന്നത് വരെ വസ്തു തർക്കങ്ങളിലും ഒരു സ്ക്വയർ ഫീറ്റിൻ്റെയൊക്കെ 10 സ്ക്വയർ ഫീറ്റിൻ്റെയൊക്കെ ആ ഒരു തർക്കങ്ങളിൽ കംപ്ലീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബന്ധവും ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥ ഒക്കെ ഉണ്ടാവും. ലെറ്റ്സ് സ്റ്റാർട്ട് ഡിറ്റാച്ചിങ് തിങ്സ്. ജെയിൻ ഫിലോസഫിയിൽ ഇങ്ങനെ പറയുന്നുണ്ട്,
നമ്മുടെ ചിന്തകൾക്ക് let us separate ourselves from our thoughts, opinions and beliefs if our thoughts do not serve us. അതായത് നമ്മുടെ ചിന്തകളും അഭിപ്രായങ്ങളും വിശ്വാസങ്ങളും ഒന്നും നമ്മളെ സെർവ് ചെയ്യുന്നില്ല, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഡിറ്റാച്ച് ഫ്രം ദാറ്റ് ആസ് വെൽ. ഇങ്ങനെ ഒന്ന് പറയുന്നു, ലവ് ഈസ് ആൻ അറ്റാച്ച്മെന്റ് വിത്ത് ഡിറ്റാച്ച്മെന്റ് എന്നാണ് ഡോക്ടർ എൻ സായി ഭാസ്കർ റെഡ്ഡി പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ലവ് ഈസ് ആൻ അറ്റാച്ച്മെന്റ് വിത്ത് ഡിറ്റാച്ച്മെന്റ്. അങ്ങനെയാണെങ്കിൽ ഞാൻ സ്ക്രീൻ ഷെയറിംഗ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാണ്. So let's allow ourselves to flow freely in life. പലപ്പോഴും നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ചില കാര്യങ്ങളുണ്ടാവും. അത് നമ്മളെ ഒരു ക്ലോട്ടിൻ്റെ അവസ്ഥയിലേക്ക് നീങ്ങുന്നുണ്ടാവും. There are a lot of clots within us. So let's try to dissolve that, melt that. അങ്ങനെയെങ്കിൽ നമ്മൾ കണ്ണുകളൊന്ന് അടയ്ക്കാം. Let's practice that. പൂർണ്ണമായും ശ്വാസത്തിലേക്ക് ഫോക്കസ് ചെയ്യാം. കണ്ണുകളടച്ച് പൂർണ്ണമായും റിലാക്സ്ഡ് ആൻഡ് ജസ്റ്റ് ഫോക്കസ് ഓൺ യുവർ ബ്രെത്ത്. ഓരോ ശ്വാസം നമ്മൾ ഉള്ളിലേക്ക് എടുക്കുമ്പോഴും ആ ശ്വാസത്തിലെ ഓക്സിജൻ ശരീരമാസകലം പടരുകയും അത് ചെന്ന് തട്ടുന്ന ഓരോ സെൽസും മസിൽസും ഡീക്ലോട്ട് ചെയ്യപ്പെടുകയാണ്, ഫ്ലെക്സിബിളായി തുടങ്ങുകയാണ്. When we allow ourselves to declot, our life becomes fruitful and happy. ഓരോ ശ്വാസത്തിലും അത് നമുക്ക് ഫീലും കൂടെ ചെയ്യുകയാണ്. നമ്മളൊരു നോർമൽ പേസിലാണ് ആ ബ്രീതിങ് പോകുന്നത്. ഓരോ ശ്വാസവും എടുക്കുന്നതിനോടൊപ്പം ആ ശ്വാസത്തിലെ ഓക്സിജൻ നമ്മുടെ ശരീരമാസകലം പടരുകയും അത് ചെന്ന് തട്ടുന്ന ഓരോ സെൽസും മസിൽസും ശരീരമാസകലം ഒരു ഡീക്ലോട്ടിങ് നടക്കുകയാണ്. ആ മസിൽസും സെൽസും ഒക്കെ പൂർണ്ണമായും ഫ്ലെക്സിബിൾ ആകുന്നു, സ്ട്രോങ് ആകുന്നു. നല്ലതാണ്. ഓരോ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോഴും നമ്മുടെ ശരീരം മുഴുവനായി ഒന്ന് സ്കാൻ ചെയ്യപ്പെടുകയാണ്. നമ്മുടെ ഫേഷ്യൽ മസിൽസ് റിലാക്സ്ഡ് ആവുകയാണ്. ആ മുഖത്തൊരല്പം ചിരി വിടരുന്നുണ്ട്. ആ ഫേഷ്യൽ മസിൽസ് ആർ ഗെറ്റിംഗ് റിലാക്സ്ഡ്. അവിടെ എന്തെങ്കിലും ഒരു സ്റ്റിഫ്നെസ് ഉണ്ടെങ്കിൽ വി ആർ ഡീക്ലോട്ടിങ്. കഴുത്ത്, തോള്, തോളെല്ലുകൾ, രണ്ട് കൈകൾ ഒക്കെ റിലാക്സ്ഡ് ആവും, ഫ്രീ ആകും. ഇറ്റ്സ് ഇൻ എ ഫ്രീ സ്റ്റേറ്റ്. നെഞ്ചിൻ്റെ ഭാഗമൊക്കെ പൂർണ്ണമായും റിലാക്സ്ഡ് ആകും. യു ആർ ഗെറ്റിംഗ് റിലാക്സ്ഡ്. ഉള്ളിൽ ചില ഭാരങ്ങൾ, ചില വേദനകൾ, ചില മുറിവുകൾ, ഇതൊക്കെ വലിയ ഭാരമുള്ള കല്ലുകളായി ഉള്ളിലുണ്ടാവും. അതൊക്കെ ഈ പ്രപഞ്ചം അലിയിക്കുകയാണ്. ഗെറ്റിംഗ് മെൽറ്റഡ് അവേ. ഓരോ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോഴും ആ ശ്വാസത്തിലെ ഓക്സിജൻ ഇത് അലിയിച്ചു കളയുകയാണ്. ഈ ഭാരങ്ങൾ അലിഞ്ഞ് 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 ഇല്ലാതാകുന്നു. ഒരു ഇരുമ്പ് അത് ഒരു മെൽറ്റിംഗ് പ്രോസസ്സിലൂടെ അലിഞ്ഞലിഞ്ഞാണ് അത് 10 മടങ്ങ് ശക്തിയുള്ള സ്റ്റീലായി മാറുന്നത് എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഉള്ളിലുള്ള ഈ ക്ലോട്ടുകളെ നമ്മൾ അലിയിക്കുമ്പോൾ യു ആർ ബിക്കമിങ്
more lighter and more stronger, more lighter and more stronger, more flexible. Upper body, വയറിന്റെ ഭാഗം, hip area is getting relaxed. കാലുകൾ, കാൽമുട്ട്, കാൽവെള്ളം, your lower body is getting relaxed. എവിടൊക്കെയാണോ എന്തെങ്കിലും ഒരു സ്റ്റിഫ്നെസ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ആ സ്റ്റിഫ്നെസ്സിലേക്ക് ഫോക്കസ് ചെയ്യുക, ആൻഡ് ഇറ്റ് ഈസ് ഗെറ്റിംഗ് മെൽറ്റഡ് അവേ. അത് അലിഞ്ഞ് 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 ഇല്ലാതാവുകയാണ്. ശരീരമാസകലം ആ ഒരു ഫ്ലെക്സിബിലിറ്റി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. യു ആർ ഏബിൾ ടു ഫീൽ ദാറ്റ് ഫ്ലെക്സിബിലിറ്റി. ഡീക്ലോട്ടിംഗ് പ്രോസസ്സിലാണ്. ബ്ലഡ് ഈസ് ഫ്ലോയിങ് ഫ്രീലി. രക്തക്കുഴലുകളിലൂടെ എല്ലാം വളരെ ഫ്രീ ആയി ഫ്ലോ ചെയ്യും. മനസ്സും ഡീക്ലോട്ട് ചെയ്യപ്പെടുകയാണ്. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഇൻ എ ഫ്രീ ഫ്ലോയിങ് സ്റ്റേറ്റ്. ആ പ്രോസസ്സുകളിലൂടെ ഒന്ന് പോകാം. അങ്ങനെ ഫ്രീ ഫ്ലോയിങ് ആകുമ്പോൾ ലെറ്റ്സ് ഗെറ്റ് റിഡ് ഓഫ് എൻടൈറ്റിൽമെന്റ് മൈൻഡ് സെറ്റ്. എന്തെങ്കിലും അധികാര അവകാശങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അതെല്ലാം അലിഞ്ഞ് 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 ഇല്ലാതാവുകയാണ്. ഏറ്റവും ഫ്ലെക്സിബിളായി നമ്മൾ നമ്മുടെ കപ്പിനെ ഒന്ന് എംപ്റ്റി ചെയ്ത് കഴിഞ്ഞാൽ we are going to get more and more blessings. Let's declutter our life. നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഭവനത്തിൽ നമ്മളോടൊപ്പം എന്തെങ്കിലും ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കാൻ പോവുകയാണ്. ലെറ്റ്സ് ഗെറ്റ് റിഡ് ഓഫ് വാട്ട് എവർ റിമെയിൻസ് ആസ് ക്ലട്ടർ. Let's follow the practice of giving. കൊടുക്കുക. കൊടുത്തുകൊണ്ടേയിരിക്കുമ്പോൾ അത് 10 മടങ്ങായി ലഭിക്കുന്നു എന്നുള്ളതാണ് പ്രപഞ്ച നിയമം. Let's follow the practice of giving. നമ്മളോട് തന്നെ ചോദിക്കുക, what is our priority in life? നമ്മുടെ പ്രയോറിറ്റീസ്, ടോപ്പ് പ്രയോറിറ്റീസ് എന്താണെന്നുള്ളത് ചോദിച്ചു അത് മനസ്സിലേക്ക് കൊണ്ടുവരിക. ആൻഡ് വി ആർ ഫോക്കസിങ് ഓൺ ദാറ്റ്. അതിൽ ഫോക്കസ് ചെയ്യുക. ആൻഡ് വെൻ യു ഫോക്കസ് ഓൺ യുവർ പ്രയോറിറ്റീസ്, there is a free flowing state that is happening. മറ്റു കാര്യങ്ങൾ നമ്മളെ ബാധിക്കാത്ത രീതിയിൽ ജീവിതം മുന്നോട്ട് പോവുകയാണ്. And finally, practice detachment. ചില ചങ്ങലകൾ ഉള്ളിൽ നമ്മളെ പല കാര്യങ്ങളിലും ബന്ധിപ്പിക്കുന്നുണ്ടാവും, ബന്ധനങ്ങളിലെ അതൊക്കെ അഴിച്ച് പൊട്ടിച്ച് കളയുകയാണ്. റിവ്യൂ ഓൺ യുവർ ബിലീവ്സ്, യുവർ ഒപ്പീനിയൻസ്, യുവർ തോട്ട്സ്. നമ്മുടെ ചിന്തകൾ, അഭിപ്രായങ്ങൾ, വിശ്വാസങ്ങൾ, ഇതൊക്കെ ഒന്ന് റിവ്യൂ ചെയ്യുകയാണ്. ആൻഡ് എഡിറ്റ് ചെയ്യേണ്ടിടത്തൊക്കെ എഡിറ്റും ചെയ്യുകയാണ്. ടു മേക്ക് അവർ സെൽഫ്സ് ഫ്രീ ഫ്ലോയിങ്. ലവ് ഈസ് an attachment with detachment. യെസ്, ചിലതൊക്കെ നമുക്ക് ഡിറ്റാച്ച് ചെയ്യാം. ആൻഡ് ലെറ്റ്സ് മേക്ക് അവർ സെൽഫ്സ്, our life free flowing, like a river, like a stream, and let that flow bring happiness and contentment with us. എല്ലാവരുടെ ജീവിതവും ഇതുപോലെ ഫ്രീ ഫ്ലോയിങ് ആകട്ടെ എന്ന് ആശംസിക്കാം. മെല്ലെ, gently open your eyes,
Open your eyes. 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 Let's wish everyone